ക്രൂരയായ അമ്മായിയമ്മ സീതയുടെ മുഖത്തോക്കി പറഞ്ഞു, കഴിഞ്ഞ 25 വർഷമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്റെ കണ്ണീര് കാണാൻ. എന്റെ 56 കോടിയുടെ സ്വത്തും എന്റെ അച്ഛന്റെ പേരിൽ 650 കോടിയുടെ സ്വത്തും ഞാൻ എന്റെ മകൾക്ക് എഴുതി കൊടുക്കും. അതിൽ നിന്നൊരു ചില്ല കാശ് പോലും നിനക്ക് തരില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സീത, അങ്ങനെ പറയല്ലമ്മേ, അങ്ങനെ പറയല്ലമ്മേ, ഞങ്ങൾക്കൊരു ചായക്കട തുടങ്ങാനുള്ള 250 കോടിയെങ്കിലും തന്നൂടെ? ഏട്ടന് മാസം കിട്ടുന്ന 3.5 കോടി കൊണ്ട് ഞാനും എന്റെ മോനും എങ്ങനെയെങ്കിലും പിഴച്ചോളാം. ഇത് കരയും, ഇത് കരയണം. പ്രേക്ഷകൻ ഓരോരുത്തരും ഇരുന്ന് കരഞ്ഞ് അവൻ്റെയൊക്കെ ഊപ്പാട് വന്നില്ലെങ്കിൽ പൊളിക്കും. സാറേ, ഇത് റേറ്റിംഗ് കയറി. സാർ സാർ ഞാൻ ഈ ഹൊറ സാർ ഇങ്ങോട്ട് വരണ്ട. സാർ ഇങ്ങോട്ട് അയ്യോ, എങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് തീർക്കും അത്. സാർ ഒരു ചായ കുടിച്ചിങ്ങ് വന്നാൽ മതി. ശരി സാർ, ശരി ശരി ശരി. ഓക്കെ. രാത്രിയുടെ അന്ത്യയാമത്തിൽ പുറത്ത് കുറ്റാക്കൂരിട്ട് ചീവീടുകളുടെ ശബ്ദം, കാട്ടുവവാലിന്റെ ശബ്ദം, പട്ടികൾ എവിടെയോ കോരിയില്ലല്ലോ, കോരിയോ പട്ടികൾ എവിടെയോ ഓരിയിടുന്നു. ആ സമയത്ത് അകത്തുനിന്ന് അവൾ അഴിച്ചിട്ട മുടിയുമായി കടന്നു വന്നു. അവൾ അയാളുടെ അരികിലേക്കെത്തി. പതിയെ അയാളുടെ നിന്റെ ഞാൻ പറഞ്ഞില്ലേ ഹോറർ ഇവിടെ നിൽക്കരുത്. ഞാനതിന്റെ ഒരു മൂടില്ലേ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നോ? അയ്യോ, അവിടെ കയറി നിന്നാ, അവിടെ കയറി നിൽക്കല്ലേ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നോ? സുമിത്രേ, സുമിത്രേ, ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പറഞ്ഞു അവിടെ കയറി നിൽക്കല്ലേ പറഞ്ഞിട്ടില്ലായിരുന്നു. അവൾ രോക്ഷാകുലയ അവളുടെ വായിൽ നിന്ന് തേറ്റപ്പല്ലുകൾ പുറത്തേക്ക് വന്നു. കറുത്ത നാവ് പുറത്തേക്ക്. അവന്റെ ചോര അവൾ ഉറിഞ്ചു കുടിച്ചു, മുത്തി കുടിച്ചു. പൊളിക്കിഞ്ഞായത് ഇത് ജനം വിരട്ടിട്ട് ഈ സീരിയലൊക്കെ ഒരു 2300 എപ്പിസോഡ് കൊണ്ട് നിർത്തരുത്. ഓണം ഇനി പൊളി. അയ്യോ, കണ്ണീര്. ഭഗവാൻ എന്താ സുമിത്ര, എന്തിനാ വെറുതെ കരയുന്ന? നീ എന്താ കരയുന്ന? സുഖേട്ടന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയാം. 1 വർഷം മുമ്പ് സീരിയലിന്റെ റേറ്റിംഗ് കുത്തനെ ഇടിഞ്ഞപ്പോ എന്റെ പ്രൊഡ്യൂസ് ആത്മഹത്യ ദിവസം. ഇന്ന് 1-ാം ചരമവാർഷികം. അതാണല്ലേ ഓർമ്മയുള്ളത്. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലല്ലേ? എനിക്ക് മനസ്സിലായില്ല സുമിത്ര. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ് സുഖോട്ട. അയ്യോ, റേറ്റിംഗ് ഇല്ലാത്ത സംഭവമാണ്, ഞാൻ അതങ്ങ് മറന്നേ. ഇങ്ങനെയാണെങ്കിൽ താങ്കൾ എന്നെയും മറക്കുമല്ലോ. ഇങ്ങനെ ഒരാളോട് ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ ഇവിടെ ഇറങ്ങിപ്പോവും.
അയ്യോ, അത് പൊളി സാധനം, അത് പൊളി സാധനം. അതായത് ഈ വെഡിങ് ആനിവേഴ്സറി മറന്നുപോയെന്ന് കള്ളം പറയുന്നത് കേട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാര്യ. എപ്പിസോഡ് വെള്ളിയാഴ്ച 5 പൊളി. അയ്യോ, കൃഷ്ണ, എന്റെ കൃഷ്ണ, അത് ഭക്തിയാണല്ലോ. എനിക്കായിട്ട് നീ എന്തിനിങ്ങനെ ഒരു വിധി കാത്തുവെച്ചു? ഞാൻ ഈ പറയണ കേൾക്കുന്നില്ലേ കണ്ണാ? കണ്ണാ. ഭവതി, നാഥ, എന്താണ് ഭഗവാനോട് ഉണർത്തിക്കുന്നത്? നാഥ, താങ്കൾക്ക് അറിയാവുന്നതല്ലേ എന്താണ്? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായി, പക്ഷേ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. അല്ല, അത് തീരുമാനിക്കുന്നത് ചാനലുകാരല്ലേ? അതാണ് ചാനലുകാരാണ് ഈ കുഞ്ഞു വേണോ വേണ്ടതൊക്കെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് പറ്റി പോകുന്നത്. നീ നഗത്തേറി പോ, ഞാൻ എല്ലാം കൊണ്ട് തീർന്ന് പല ഭ്രാന്തായിരിക്കും എനിക്ക്. ഈ മനുഷ്യനോട് സംസാരിക്കാൻ പോയ എന്നെ വേണം ആദ്യം. പറഞ്ഞിട്ട് പോയത്, അവള് പറഞ്ഞിട്ട് പോയത്, അവള് പറഞ്ഞിട്ട് പോയത് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം. ഓക്കേ, ഓക്കേ, കുഞ്ഞിക്കാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കേ, മസ്തിഷ്കപുരിയിൽ നിന്നും കിഷ്കിന്ധ പർവ്വതത്തിലേക്ക് യാത്രയാകുന്ന അടൂർ രാജൻ. കുട്ടികളില്ലാത്തതിന്റെ പേര് അദ്ദേഹം അവിടെ പോകുന്നു, തപസ് ചെയ്യുന്നു, ശിവൻ പ്രത്യക്ഷപ്പെടുന്നു, കുട്ടികളെ കൊടുക്കുന്നു. എന്റെ പൊന്നേ, രോമാഞ്ചം ഉണ്ടാകുന്നു. ഇത് ഇങ്ങനെ അങ്ങോട്ട് എഴുതി കൂട്ടിക്കൊടുത്തല്ലേ പറ്റൂ. ഈ മിസ്റ്റർ ചുങ്കത്തറ, സാർ വരൂ. ഇല്ലെങ്കിലും എന്റെ എപ്പിസോഡ് എഴുതി തന്നില്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ എന്റെ സീരിയല് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറി വയ്ക്കുവോ? അവിടുത്തെ പ്രശ്നം കറക്റ്റായിരിക്കും. എന്റെ ഭഗവാനെ, നിങ്ങളോട് കൈ ഉപ്പിട്ട് ഞാൻ ചോദിക്കുവാണ്, ചുങ്കത്തറയെ കൊണ്ട് ഇന്നെങ്കിലും എന്റെ എപ്പിസോഡ് സാറിന്റെ പ്രോജക്ട് ഇവിടെയാണ്. സാറ് ഹൊററിന്റെ പ്രൊഡ്യൂസറല്ലേ? അവിടെയാണ്. സാറിങ് വാ. എന്താ സാറിന് വേണ്ടത്? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്താ സാറിന് വേണ്ടത്? നമ്മുടെ സീരിയലിൽ പോലീസ് സ്ത്രീയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഷാനവാസില്ലേ, അവനെ ഒന്ന് ഒതുക്കണം. അവനെന്താ സാറേ പ്രശ്നം? അവൻ പേയ്മെന്റ് കൂടുതൽ ചോദിക്കും. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം. നമുക്കവനെ തട്ടണ്ട, അവനെ ഇഞ്ചിഞ്ചായി കൊല്ലാം. അവൻ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോ അനുസരിച്ച് എപ്പിസോഡ് കൂടിക്കൊണ്ടേയിരിക്കില്ലേ? അതിനനുസരിച്ച് പൈസ കൊടുക്കണ്ടേ? സാർ ഇവിടെ നിക്കണേ, സാർ ഇവിടെ നിക്കണേ. ഭഗവാൻ, സുഖേട്ടാ, താങ്കൾ ഇത്ര ക്രൂരനായി പോയോ? അതെന്റെ ജോലിയാണ്, ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ചാനലുകാർ പറയുന്നനുസരിച്ച് കൊല്ലണേ കൊല്ലും, തിന്നണമെങ്കിൽ തിന്നും. അതങ്ങനെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കൊല്ലാൻ പറ്റൂല. ദൈവമേ, കൊല്ലിക്കണേ, കൊല്ലണം ചുങ്കത്തറേ, കൊല്ലണം. അവനെ കൊന്നില്ല എങ്കിൽ കൊന്നേ പറ്റുള്ളൂ, പെങ്ങളെ കൊന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ കുടുംബം ഈ ഉത്തരത്തിൽ കിടന്ന് തൂങ്ങിയാടും. ഈ സീരിയലിന്റെ റേറ്റിംഗ് എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ നിർത്തലാക്കും. എപ്പ നിർത്തിയെന്ന് ചോദിച്ചാ മതിയേ. നമ്മുടെ സീരിയൽ നിർത്താൻ പോണു സാർ. കൃഷ്ണ, നീ എന്റെ വിളി കേട്ടല്ലോ ഭഗവാനെ. ഇയാൾ എഴുതുന്ന ഒരു സീരിയലെങ്കിലും നിർത്തലാക്കാൻ പോകുന്നല്ലോ. ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം നീ തന്നല്ലോ കണ്ണാ. കൃഷ്ണ. സുമിത്രേ, സുമിത്രേ, നാഥാ, സന്തോഷായല്ലോ. അങ്ങനെ എന്റെ ഒരു സീരിയൽ നിർത്താൻ പോവാ. ഇനി നമുക്ക് ചിരിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും പുറത്തേക്കൊക്കെ പോകാൻ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. ഈ മനുഷ്യൻ പൂട്ടിയിട്ടിരിക്കലായിരുന്നു ഇവിടെ. ഇനി പൂട്ട് തുറന്നു വിടും. സീരിയൽ നിർത്താൻ പോവല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് കാത്തു
ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുങ്കത്തറ പോവല്ലേ, സന്തോഷമുള്ളൊരു വാർത്ത. എന്താ? ഓടിവാ, സന്തോഷമുള്ള വാർത്ത. അയ്യോ, നമ്മളെ റേറ്റിംഗ് ഇല്ലാത്ത സീരിയലില്ലേ, അത് ഇന്ന് കുത്തനെ ഉയർന്നു. 5 ദിവസം ഓടിക്കൊണ്ടുവന്ന സീരിയൽ ഇപ്പൊ 7 ദിവസം ഓടിക്കാൻ പറഞ്ഞേക്കുന്നു. അല്ല അതുകൊണ്ട് ചുങ്കത്തറ ഇന്ന് മുതൽ സീരിയൽ എഴുതി തുടങ്ങണം. ഞാൻ സമ്മതിക്കില്ല. സീരിയൽ എഴുതാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ഈ സീരിയൽ എഴുതി എന്റെ ചുങ്കത്തറ, എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കും ചുങ്കത്തറ. ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ പരമ്പര എഴുതി അവസാനം എനിക്ക് എന്റെ പരമ്പര നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയാണിത്.